മറ്റൊന്ന് കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മരണം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി ഡോക്ടർ MK റാം പിടിയിൽ. കർണാടകയിലെ കുടകിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് റാമിനെ കസ്റ്റഡിയിലെടുത്തത്. സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് പോലീസിന്റെ നീക്കം. അതേസമയം പോലീസ് അന്വേഷണത്തിൽ തൃപ്തയല്ലെന്ന് നിതിൻ രാജിന്റെ പിതാവ് ആഭ്യന്തരമന്ത്രിയെ കണ്ട് പരാതി അറിയിച്ചതിന് പിന്നാലെ തുടരന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വളരെയധികം ആശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നതെങ്കിലും 100 ദിവസങ്ങളോളം എടുത്തു റാമിനെ അറസ്റ്റ് ചെയ്യാൻ. പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നടന്ന ഇൻസിഡൻറ്റിൽ ആരൊക്കെയാണോ പങ്കെടുത്ത അവരെല്ലാം പ്രതികളാണ്. അവരെ പുറത്തു കൊണ്ടുവരാനാണ് ഇന്ന് ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ ഞങ്ങൾ പോകുന്നത്. ഒരു പ്രതി വന്നിട്ട് കാര്യമില്ല, മറ്റുള്ള എല്ലാ പ്രതികളും പുറത്തു കൊണ്ടുവരണം. അന്വേഷണത്തിൽ ഒരു തൃപ്തിയുമില്ല. കാരണമെന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് ഈ 5 പേരെ കൂടെ പ്രതി ചേർത്ത് അവരുടെ അന്വേഷണം പുരോഗമിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ADGPയുടെ നേതൃത്വത്തിൽ അതെല്ലാം അന്വേഷണം കണ്ണൂരിൽ നിന്ന് അട്ടിമറിച്ചു. ഇപ്പോഴും അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഗീതയ്ക്ക് ജാമ്യം കൊടുത്തു ഹൈക്കോടതി. യാതൊരു ലെവലിൽ ജാമ്യം കൊടുത്തു. സംഗീതയ്ക്ക് ജാമ്യം കൊടുക്കാൻ യാതൊരു നിർവാഹവുമില്ല. അതുപോലെ റാമിനെ ശിക്ഷിച്ചതുപോലെ സംഗീതയെ അറസ്റ്റ് ചെയ്യണം. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ, ഒളിവിലായിരുന്ന റാമിനെയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ നിന്നടക്കം തിരിച്ചടി ഉണ്ടായതിന് ശേഷമാണ് അന്വേഷണ സംഘത്തിന് റാമിനെ പിടികൂടാനായിട്ടുള്ളത് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട് ഈ റാമിനെ പിടികൂടുന്നില്ല എന്നുള്ളത് ഇത്ര ദിവസം ഉയർന്നുകൊണ്ടിരുന്ന വലിയ ചോദ്യം തന്നെയായിരുന്നു. മറ്റൊന്ന്, മകൻ മരിച്ച ഒരു ദുഃഖത്തിൽ കഴിയുന്ന ഒരു അച്ഛനും കുടുംബത്തിനുമൊക്കെ പറയേണ്ടി വരികയാണ് ഈ അന്വേഷണത്തിൽ പാളിച്ചകളുണ്ട് അല്ലെങ്കിൽ തൃപ്തരല്ല എന്നുള്ളത്. എന്താണ് ഇതിൽ ഇപ്പോൾ അധികാരികൾ എടുക്കാൻ പോകുന്ന ഒരു നിലപാട് അർജുൻ? റോഷ്നി, ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പുതിയതായി MK റാമിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ഒരു വാർത്ത അല്ലെങ്കിൽ വിവരം എന്ന് പറയാനുള്ളത്, ഈ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള MK റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിരുന്നു. അതിനുശേഷം വൈദ്യപരിശോധന പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് ഹാജരാക്കിയത്. ആ കോടതിയിൽ ഹാജരാക്കിയ ഘട്ടത്തിലാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും കുടുംബം വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയർത്തുകയാണ്. കാരണം 100 ദിവസത്തിന് ശേഷമാണ്, അതായത് നിതിൻ രാജ് മരണപ്പെട്ട് 100 ദിവസം പിന്നിടുന്ന ഘട്ടത്തിലാണ് നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായിട്ടുള്ള MK റാമിനെ പോലീസ് പിടികൂടുന്നത്. അതും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ചില ഇടപെടലുകൾ ഉണ്ടാവുന്നത്, ചില നീക്കങ്ങൾ ഉണ്ടാവുന്നത്. അതുവരെയുള്ള സമയങ്ങളിൽ കഴിഞ്ഞ 100 ദിവസവും പോലീസ് എന്തുകൊണ്ട് ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തില്ല എന്നുള്ള ചോദ്യമൊക്കെയാണ് കുടുംബം ഉന്നയിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും 2 കേസുകളാണ് ആദ്യം രജിസ്റ്റർ ചെയ്തിരുന്നത്. ഒന്ന്, ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന് പുറമെ ഈ അസ്വാഭാവിക മരണത്തിന് നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിനകത്ത് ഈ ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ടുള്ള അന്വേഷണവും ഒരു ഭാഗത്ത് നടക്കുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് പിന്നീട് ഈ കേസ് ഏറ്റെടുക്കുകയും അതിനുശേഷം 2 DYSPമാരുടെ നേതൃത്വത്തിലാണ് ഈ 2 കേസുകളും അന്വേഷിച്ചത്. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ നേരത്തെ തന്നെ ഡൽഹി നോയിഡയിൽ വെച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലും ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള ചില പരാതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെടുത്ത കേസുമായി ബന്ധപ്പെട്ട് ആ കേസിലെ പ്രതിയായിട്ടുള്ള ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് തയ്യാറായിരുന്നില്ല. ആ പറയുന്ന രീതിയിൽ ഇതിങ്ങനെ വൈകി പോകുന്ന ഒരവസ്ഥയിലാണ് ഈ കുടുംബം ഉൾപ്പെടെ പിന്നീട് വലിയ രീതിയിൽ പോലീസിനെതിരെയും അന്വേഷണ സംഘത്തിനെതിരെയും ഒക്കെ രംഗത്ത് വരേണ്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഈ കുടുംബം നേരിൽ കാണുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നുള്ള അന്വേഷണത്തിൽ തങ്ങൾക്ക് നീതി ലഭ്യമാക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിനെ ഉൾപ്പെടെ നിലവിൽ അന്വേഷിക്കുന്ന ഈ സംഘത്തെ മാറ്റി കുറച്ചുകൂടി മുതിർന്ന ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണ സംഘത്തിന് ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും 100 ദിവസം പിന്നിടുന്ന ഘട്ടത്തിൽ നിതിൻ രാജ് മരണപ്പെട്ട് 100 ദിവസം പിന്നിടുമ്പോഴാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള ഡോക്ടർ റാമിനെ ഇപ്പോൾ പിടികൂടാൻ വേണ്ടി പോലീസിന് കഴിഞ്ഞത്. കുടുംബം ഇപ്പോഴും ഈ അന്വേഷണ സംഘത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയാണ്. അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന വികാരമാണ് ആ കുടുംബത്തിനുള്ളത്. റോഷ്നി, ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.